ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആ പോലീസുകാരൻ CI ആണെന്നുണ്ടെങ്കിൽ ശാന്തം എടുത്ത് ചോദിക്കുന്നുണ്ട്, അതെ, ഈ തെങ്ങിന്റെ തൈ എപ്പോഴാണ് വെച്ചത്? ഈ കാർത്തിക എന്ന് പറഞ്ഞ പെണ്ണിന്റെ വിവാഹത്തിന് ശേഷമാണോ അതോ വിവാഹം കഴിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ചേച്ചി പറയണ്ട, അയ്യോ സാറേ, അത് വെച്ചിട്ട് കുറെ നാളെ, അപ്പോ വിവാഹത്തിന് മുമ്പ് വെച്ചതാണോ പറയണത്? അതെ സാറേ, അങ്ങനെ ആവാനേ വഴിയുള്ളൂ. നിങ്ങളാണോ ഇവിടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണത്? ഞാനും ഒഴിക്കും, പിന്നെ കല്യാണി മോളുണ്ടെങ്കിൽ കല്യാണി മോളും ഒഴിക്കാറുണ്ട് എന്ന് പറയാണോ? ശരി. അല്ല, ഈ തെങ്ങിൻ തൈക്ക് മാത്രം ഇത്രയും വട്ടത്തില് നീളത്തിൽ കുഴി എടുത്തിരിക്കുന്നത്? ബാക്കിയുള്ളതിനൊക്കെ ചെറിയ വട്ടമാണല്ലോ. അത് സാറേ, ഇതിന്റെ കൂടെ 2-3 തൈയും കൂടി ഉണ്ടായിരുന്നാ പറഞ്ഞത്, പക്ഷെ അതൊന്നും വെച്ചില്ല. അത് ഓരോന്ന് വെച്ചിട്ട് കല്യാണി മോളുടെ, ചേച്ചിയുടെയും അതുപോലെ തന്നെ കിരൺ സാറിന്റെ അമ്മയുടെ വീട്ടിലും ഓരോ തൈ വെച്ച് കൊടുത്തു. അതുകൊണ്ടാ വലിയ കുഴി. നിങ്ങൾക്കിത് ഞാനിത് എന്തിനു വന്ന് ചോദിക്കുമ്പോ ഇതുപോലെ പറയണോന്ന് ഇവിടുത്തെ കിരൺ സാർ പറഞ്ഞിരുന്നോ? കിരൺ സാറോ? ഇല്ല സാറേ, കിരൺ സാറിനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല സാറേ. ആ കൊച്ച് ആകെ ഓടി നടത്തുമല്ലേ. എന്തിന്? അല്ല, കല്യാണി മോക്കിന് കുത്തൊക്കെ കിട്ടിയില്ലേ, അതുകൊണ്ട് ഓടി നടത്തും കാര്യങ്ങളല്ലേ. പിന്നെ ഇന്ന് ആ കിരൺ സാറിന്റെ അങ്കിള് മരിച്ചില്ലേ, അപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നടപ്പല്ലേ. ഓ അങ്ങനെ. ഞാൻ എന്തായാലും ഒന്നും കൂടി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെ അതുപോലെ തന്നെ പറഞ്ഞാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഷാനവാസ്, ഈ സാധനം ശല്യം പോയോ എന്ന് നോക്കിയിട്ട് ആ പോലീസ് ജീപ്പ് പോകുമ്പോ തന്നെ വേഗം ഫോൺ എടുത്തിട്ട് കിരണിന്റെ മൊബൈലിലേക്ക് വിളിക്കാട്ടോ. ഹലോ കിരൺ സാറേ, ഞാനാ ശാന്തമ്മ ചേച്ചിയാ. എന്താ ചേച്ചി? സാറേ ഒന്നും പറയണ്ട, സാറും ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് രാവിലെ പോയതിനു ശേഷം ആ CI ഇവിടെ വന്നിരുന്നു. അയാൾ തന്നെ ഇവിടെ വന്നിട്ട് എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ. കല്യാണി മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, കിരൺ സാർ എവിടെയാണെന്നൊക്കെ. ഞാൻ അതിനൊക്കെ നല്ല രീതിയിൽ മറുപടി പറഞ്ഞു. ശേഷം പറമ്പിലൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ പിന്നാമ്പുറത്തേക്ക് പോയി സാറേ. എന്നിട്ട് അവിടെ പുതിയൊരു തെങ്ങും തൈ വെച്ചിട്ടില്ലേ? ഉവ്. ആ തെങ്ങും തൈ കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഈ തെങ്ങും തൈ എപ്പോഴാ വെച്ചത്? ഈ കാർത്തിക മോളുടെ വിവാഹത്തിന് മുമ്പാണോ അത് കഴിഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയൊക്കെ ചോദിച്ചു സാറേ. എന്നിട്ട് ശാന്ത ചേച്ചി എന്താ പറഞ്ഞത്? സാറേ, എന്റെ അടുത്ത് കല്യാണി മോൾ നേരത്തെ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് ആർത്തൊന്നും പറയരുതെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് കാർത്തികയുടെ മോളുടെ വിവാഹത്തിന് മുൻപേ വെച്ചതാണെന്ന്. അത് നന്നായി ചേച്ചി ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം. ശരി എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ്. ഈശ്വര, അയാൾ അവിടെയും വരെ എത്തിയോ? അന്വേഷിച്ച് ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്ത് കാദംബരി അവിടെ ഉണ്ട് കേട്ടോ. കാദംബരിയോട് ചോദിക്കേണ്ട, രതീഷ് ഇതുവരെ വന്നില്ലല്ലോ കാദംബരി? അതാ ഞാനും ആലോചിക്കണ കിരൺ സാറേ, ഇതുവരെ എത്തിയില്ല. അരമണിക്കൂറിൽ എത്തോന്ന് പറഞ്ഞു പോയ ആളാണ്. എന്താണാവോ എത്താത്തത്? ഞാൻ വിളിച്ചിരുന്നു, ഫോൺ എടുക്കുന്നില്ല. കാദംബരി, ഒരു കാര്യം ചെയ്യ്, ഞാൻ ഒന്ന് പുറത്തു വരെ പോവാണ്. കല്യാണി എങ്ങനെ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോയെന്ന് പറഞ്ഞാൽ മതി. അവൾക്ക് കൂടുതലൊന്നും പറയണ്ട. ഇപ്പോ ശാന്തമ്മ ചേച്ചി വിളിച്ചിരുന്നു, അവിടെ ആ CA അന്വേഷണമായിട്ട് വന്നെന്നൊക്കെയാ പറയണത്. കല്യാണി അടുത്ത് പറയല്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ടെൻഷനാവും. ഗംഗപ്രസാദ മരണത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആവുന്നത് അവളാണ്. അതുകൊണ്ട് ഈ സമയത്ത് അതൊന്നും പറയരുത് കേട്ടോ. ഇല്ല കിരൺ സാറേ, ഞാനിതിനാ അവൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാൻ പറയില്ല. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. സാറേ സൂക്ഷിക്കണം കേട്ടോ. ഇനി എന്ത് സൂക്ഷിക്കലാ കാദംബരി? രാഹുൽ എന്ന് പറഞ്ഞ ചെകുത്താനും ഗംഗപ്രസാദും മരിച്ചു. അല്ല, പോലീസുകാരൊക്കെ അന്വേഷിച്ച് നടപ്പില്ലേ? അതാ. സാരില്ല കാദംബരി, കല്യാണിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. കാദംബരി ഇവിടെ ഉണ്ടാവില്ലേ? അല്ല, കാർത്തികേനെ ലക്ഷ്മിനെ വിടണോ? വേണ്ട സാറേ, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയാണ്. അങ്ങനെ കിരൺ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ടോ. പിന്നീടാണ് കിരണ മനസ്സിലാവുന്നത് രതീഷും അതുപോലെ തന്നെ വേലും പോലീസ് കസ്റ്റഡിയിലാണെന്ന്. അതറിയുന്ന കിരൺ അവരെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിനുശേഷം ശാന്തമ്മ ചേച്ചിനെ കാണാമെന്ന് വിചാരിക്കാട്ടോ. അപ്പൊ അതിനു മുമ്പ് ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്യണമല്ലോ. അതേസമയം നമ്മുടെ CA ആണെങ്കിൽ തിരിച്ചു വരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. എന്റെ വേലുവിനെയും രതീഷിനെ ഇങ്ങനെ നോക്കുവാണ്. രണ്ടുപേരെയും നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ. അടിച്ചടിച്ച് സത്യം പറയിപ്പിക്കാൻ വേണ്ടി നോക്കാണ്. പക്ഷെ അവർ രണ്ടുപേരും പറയുന്നേ ഇല്ല. അപ്പൊ വേലുവിനോട് രതീഷിനോട് ചോദിക്കുന്നുണ്ട്, അതെ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ കിരൺ സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, കിരൺ സാർ നല്ലവനാണ്, കിരൺ സാർ ഗംഗപ്രസാദിനെ കൊന്നിട്ടില്ല, കിരൺ സാർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് രണ്ടുപേരും മാറി മാറി പറയുന്നുണ്ടല്ലോ. കിരണ് തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അത്ര ഉറപ്പാണെന്നുണ്ടെങ്കിൽ പറ, എന്നാൽ ആരാണ് ഗംഗപ്രസാദിനെ കൊന്നത് എന്ന് നിങ്ങൾ പറ. അല്ല, കിരൺ സാർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പ്രത്യേകിച്ച് ഈ വേലുവാണ് ഉറപ്പിച്ചു പറയണത്. അപ്പൊ അതിനർത്ഥം ഇവൻ അറിയായിരിക്കും അപ്പൊ ആരാണ് കൊലയാളിന്ന്. പറയട വേലു, ആരാടെ കൊലയാളി? ആരാണെന്ന്. അപ്പൊ വേലു, സാറേ കിരൺ സാർ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ വീണ്ടും ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാണ് വേലുവിനെ. എന്നിട്ട് പറയുന്നുണ്ട്, സത്യം പറയുന്നുണ്ടോ നീ? അതോ ഞങ്ങളുടെ വേറൊരു മുറയുണ്ട് അത് പ്രയോഗിക്കണോ നിന്റെ നേരെ? വേണ്ട സാറേ, ഞാൻ സത്യം പറയാം എന്ന് വേലു പറയാണ്. ഇത് കേൾക്കണ രതീഷ് ആകെ ഷോക്ക് ആവാട്ടോ. രതീഷ് ഇങ്ങനെ നോക്കാണ് വേലുവിനെ. ആ സമയത്ത് CA ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇവൻ ഇങ്ങനെ നോക്കണത്? എന്താ അവൻ സത്യം പറയുന്നത് നിനക്ക് പേടിയാണോ? അല്ല സാറേ, അവനൊന്നും അറിയില്ല സാറേ, ഇനി അവനെ അടിക്കല്ലേ സാറേ എന്ന് പറയണം. അടിക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ ആലോചിക്കാം. പറയടാ, എന്താണ് സത്യം? ആരാണ് ഗംഗപ്രസാദിനെ കൊന്നത് എന്ന് CA ചോദിക്കുമ്പോഴേക്കും നമ്മുടെ വേലു
അങ്ങനെ പറയുന്നുണ്ട്. അന്ന് കല്യാണ സമയത്ത് അവൻ വന്നിരുന്നു സാറേ. കല്യാണ മുഹൂർത്ത സമയത്ത് അവൻ തോക്കും ചൂണ്ടിക്കൊണ്ട് കാർത്തിക ചേച്ചിയുടെയും അതുപോലെ തന്നെ കാർത്തികയുടെ ഭർത്താവ് ആവുന്ന ആളെ നേരെ ചൂണ്ടി നിൽക്കുമായിരുന്നു. കിരൺ സാർ അവനെ കണ്ടത്. കിരൺ സാർ പിന്നെ അവനെ അടിച്ച് നിലത്തിട്ട് ആരും അറിയാതെ അപ്പുറത്ത് ആ പാചകപ്പുരയുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ ഭയങ്കര അടിയും ബഹളമൊക്കെ ആയിരുന്നു സാറേ. ആ സമയത്തൊന്നും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഗംഗപ്രസാദ് വരവ് നോക്കി ഞങ്ങൾ റോട്ടിൽ നിൽക്കുമായിരുന്നു. എന്നിട്ട് പറയടാ എന്ന് പറയുമ്പോൾ രതീഷാക്കിന് ഷോക്കായിട്ട് നിൽക്കാട്ട് ഇവനെല്ലാം പറയാനുള്ളതെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ വേലു പറയുന്നുണ്ട്. അങ്ങനെ കിരൺ സാർ തന്നെ ഒരുപാട് പ്രാവശ്യം അവൻ അടിച്ച് നിലംപതിശാക്കി. പക്ഷെ ഒരു സെക്കൻഡ് സമയത്ത് അവൻ പെട്ടെന്ന് തന്നെ കിരൺ സാറിന്റെ കണ്ണിലേക്ക് മണ്ണ് എറിഞ്ഞിട്ട് അവിടുന്ന് ഒറ്റ ഓട്ടമായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചൂടാ, കിരൺ സാറ് കണ്ണൊക്കെ കഴുകി വരുന്ന സമയത്ത് അവൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമായിരുന്നു സാറേ. ആ സമയത്ത് ഞാൻ ആ കാഴ്ച കണ്ടത്, അവൻ ഓടി പോണ കാഴ്ച ഞാൻ പെട്ടെന്നാണ് അത് കണ്ടത്. ഞാൻ നോക്കിയപ്പോഴേക്കും അവിടെ വലിയൊരു ഇരുമ്പൊലക്ക കിടക്കുന്നത് കണ്ടു സാറേ. ആ ഇരുമ്പൊലക്ക ഞാൻ കയ്യിലേക്ക് എടുത്തു. എന്നിട്ട് അവന്റെ തലയുടെ പിൻവശത്തേക്ക് ഒരു ഒറ്റ അടി കൊടുത്തു. ആ ഒരു ഒറ്റ അടിയിൽ തന്നെ അവൻ മരിച്ചുപോയി സാറേ. പിന്നെ നിലത്ത് കിടക്കായിരുന്നു. കിരൺ സാറ് കണ്ണൊക്കെ കഴുകി അവിടെ എത്തിയപ്പോഴേക്കും അവൻ മരിച്ചു കിടക്കാനാണ് കിരൺ സാറ് കണ്ടത്. ഞാൻ ആ ഇരുമ്പൊലക്ക അവിടെ തന്നെ ഇട്ടിട്ട് ഒന്നറിയാത്ത പോലെ മുൻവശത്തേക്ക് വരുമായിരുന്നു സാറേ. ഓഹോ, അപ്പൊ ഇതാണ് സംഭവിച്ചത്. പിന്നെന്ത് സംഭവിച്ചു? പിന്നീട് എനിക്കൊന്നും അറിയില്ല സാറേ എന്ന് പറയാണ്. അപ്പൊ നീയാണ് കൊന്നേന്നാണ് നീ പറയണേ അല്ലേ? അതെ സാറേ, ഞാൻ തന്നെയാ. എന്റെ ഈ 2 കൈ കൊണ്ട് ഞാൻ തന്നെയാ അവന്റെ തലക്കടിച്ചു കൊന്നത്. ശരി എടോ കോൺസ്റ്റബിളെ, FIR എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് സി എം എല്ലാവരും അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും രതീഷ് വേലുവിനോട് ചോദിക്കേണ്ട, വേലു നീ എന്താടാ ഈ പറഞ്ഞത്? അപ്പോ നീയാണോ ഗംഗപ്രസാദെ തലക്കടിച്ചത്? അന്ന് അവിടെ ഒരു ഇരുമ്പലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു, അത് നീയാണ് തലക്കടിച്ചത്? വേലു നീയാണോന്ന് എന്ന് രതീഷ് ചോദിക്കുമ്പോ വേലു പറയണ്ട്, സാറേ അത് പിന്നെ ഞാനല്ല സാറേ. പിന്നെ നീ എന്തിനാ കള്ളം പറഞ്ഞത്? അത് കിരൺ സാറിന് അവര് പിടിച്ച് ജയിലിലേക്ക് ഇടും, എനിക്കത് കാണാൻ പറ്റില്ല, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. എന്തായാലും തലക്കടിയേറ്റിട്ട് അവൻ മരിച്ചിരിക്കുന്നത്. തലക്കടിച്ചത് ആരാന്ന് ആർക്കും അറിയത്തുമില്ല. അതുകൊണ്ട് ആ കുട്ടി ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാനാണ് സാറേ, ഞാൻ തന്നെയാണ് തലക്കടിച്ചത്. അത് അങ്ങനെ തന്നെ മതി. വേലു വേണ്ട. കിരൺ സാർ ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിവിധി കണ്ടുപിടിക്കും. കിരൺ സാറിന്റെ അച്ഛൻ വലിയ ആളാണ്. അയാൾ എങ്ങനെയെങ്കിലൊക്കെ നമ്മളെ രക്ഷിക്കൂടെ ചന്ദ്രസേന സാറ്. നീ വെറുതെ കൊലക്കുറ്റി എന്തിനാണ് ഏറ്റെടുത്തത്? സാറേ പോട്ടെ സാറേ, കുഴപ്പമില്ല. കിരൺ സാറിനെ വീട്ടില്ലേ, കല്യാണ മേടത്തിന് വീട്ടില്ലേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതറിയുമ്പോ അമലുവിനും കുറച്ച് വിഷമാവെങ്കിലും അവൾക്കും സമാധാനമാവും. പിന്നെ കിരൺ സാറിന്റെ അച്ഛനൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ ജയിലിൽ നിന്ന് ഇറക്കുകയും ചെയ്യും. അപ്പൊ രതീഷ്, എടാ നീ എന്താണ് കാണിച്ചത്? കിരൺ സാർ അറിഞ്ഞാൽ സഹിക്കില്ല എന്നൊക്കെ പറയണ്ട. ആ സമയത്ത് കിരൺ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. CA പറയുന്നുണ്ട്, എടാ സത്യങ്ങളൊക്കെ ആ വേലു പറഞ്ഞടാ. നീ ഗംഗാപ്രസാദ് അടിച്ച് നിലത്തിട്ടല്ലേ, അവൻ നിന്റെ കണ്ണിലേക്ക് മണ്ണ് വാരി ഇട്ടല്ലേ? അപ്പോ കിരൺ ഇങ്ങനെ ഷോക്ക് ആവട്ടെ. സാർ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞാനോ? വേലു പറഞ്ഞു. അവിടുന്ന് ഓടിപ്പോയ ഗംഗപ്രസാദ് തലക്കടിയേറ്റാണ് അവൻ മരിച്ചിരിക്കുന്നത്. തലക്കടിച്ചത് ആരാ നിനക്കറിയാവോ? ഇല്ല സാറേ, അത് മാത്രം എനിക്കറിയില്ല. എങ്കിലറിഞ്ഞോ അത് വേലുവാണ്. വേലുവോ? സാറേ എന്തൊക്കെയാ പറയണത്? അതേടാ, അവൻ തന്നെ പറഞ്ഞതാണ്. ഇല്ല, ഇത് അവൻ എന്നെ വെറുതെ പറയാണ് സാറേ, അവൻ നുണ പറയാണ്. ഗംഗപ്രസാദ് തലക്കടിച്ചത് ആരാന്ന് ആർക്കും അറിയില്ല സാറേ. എന്തായാലും വേലുവാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവന്റെ പേര് ഞങ്ങൾ കുറ്റം ചാർത്തി FIR എഴുതി. ഇനി അവൻ കിടക്കട്ടെ ജയിലില്. എന്തായാലും നീയൊക്കെ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കേട്ടോ. അത് ഒരു തന്ത്രം ഇട്ടതാണ് കിരൺ ആരാണ് തലക്കടിച്ചെന്ന് അറിയാനായിട്ട്. അപ്പൊ ആരാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. വേലു ആണെന്നാണ് വേലു പറഞ്ഞിട്ട് സ്വയം കുറ്റം ഏറ്റെടുത്തിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ. ബൈ.